ഇറാൻ ഇസ്രയേലിന് മേൽ വിജയം നേടിയെന്നും അമേരിക്കയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണിതെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി. ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെ ഖമീനി തള്ളുകയും ചെയ്തു. ചൊവ്വാഴ്ച ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഖമീനി നടത്തിയ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. ഇപ്പോഴിതാ രാജ്യത്ത് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകിയെന്നും വേണ്ടിവന്നാൽ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി മുന്നറിയിപ്പ് നൽകുന്നു. സ്ഥിതി നിലവിൽ ശാന്തമാണെങ്കിലും അമേരിക്കയും ഇസ്രയേലും ഇനി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യ. വീണ്ടും ഒരു സംഘർഷമുണ്ടായാൽ കനത്ത നാശനഷ്ടമാകും ഇസ്രയേൽ നേരിടുക എന്നും ആയത്തുള്ള അലി ഖമീനി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിനായി പോരാടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ ഖമീനി പറഞ്ഞിരുന്നു. ഇസ്രയേൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന ഘട്ടം എത്തിയതോടെയാണ് US നേരിട്ട് യുദ്ധത്തിനിറങ്ങിയതെന്നും USന് ഈ യുദ്ധം കൊണ്ടൊരു നേട്ടമുണ്ടായില്ല എന്നും US ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഖമീനി പറയുകയായിരുന്നു. സംഘർഷ സമയം രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. ജനങ്ങൾക്ക് ഒറ്റ ശബ്ദമാണെന്ന സന്ദേശം നൽകി യുഎസിന്റെ ശരിക്കുമുള്ള ലക്ഷ്യം ആണവ വിഷയമായിരുന്നില്ല, മറിച്ച് തങ്ങളെ കീഴടക്കുക എന്നതായിരുന്നു. കീഴടങ്ങുക എന്ന വാക്ക് തങ്ങളുടെ നിഘണ്ടുവിലില്ല എന്നും ഖമീനി വ്യക്തമാക്കി. പ്രകോപനമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക ബേസുകൾ വീണ്ടും ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ബങ്കറിലേക്ക് മാറി ഖമീനി ഈ മാസം 18-നാണ് അവസാനമായി വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. ഖമീനിക്ക് ആപത്ത് സംഭവിച്ചു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദേശീയ ടെലിവിഷനിലൂടെ സന്ദേശം പുറത്തുവിട്ടത്. ജൂൺ 13 മുതൽ 12 ദിവസം നീണ്ട സംഘർഷത്തിനിടെ 627 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേലിൽ 28 പേരും കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം ചരിത്ര വിജയമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചെന്ന് ഹെഗ്സെത്ത് ആവർത്തിച്ചു. UN, അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA തുടങ്ങിയവയുടെ വിലയിരുത്തലുകളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ഹെഗ്സെത്ത് ചൂണ്ടിക്കാട്ടി. ഇതിന് മുമ്പും ആയത്തുള്ള ഖമീനി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ ആയത്തുള്ള ഖമീനി പ്രതികരിച്ചത്. ഇറാനികൾ കീഴടങ്ങുന്നവരല്ല, ചരിത്രമറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നില്ലെന്നും ഖമീനി പറഞ്ഞു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖമീനി ഇക്കാര്യം അറിയിച്ചത്. സൈനിക നടപടിയുണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്നും അമേരിക്ക അറിയണമെന്നും ഖമീനി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് US ഇറാനെതിരെ ആക്രമണം നടത്തിയത്. 3 ആണവ കേന്ദ്രങ്ങളാണ് US ആക്രമിച്ചത്. ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് ട്രംപ് ജൂൺ 20-ന് അറിയിച്ചത്. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസത്തിനകം ഇറാനെ വിറപ്പിച്ചുകൊണ്ട് US ആക്രമണം നടത്തുകയായിരുന്നു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. ഇറാനിലെ ഫോർഡോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിൽ അവകാശപ്പെട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ഖത്തറിലെയും ഇറാഖിലെയും US വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ തൊടുത്ത മിസൈലുകൾ തടയാൻ സാധിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. പിന്നാലെ വെടിനിർത്തലും പ്രാബല്യത്തിൽ വന്നു. ഖമീനി വീണ്ടും മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ USന്റെ പ്രതികരണം ഏത് തരത്തിലാവുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസിന്റെ വിചാരണ ഉപേക്ഷിക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. നെതന്യാഹു ഇസ്രയേലിന് നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ പ്രസ്താവന. നിയമ നടപടികൾ നെതന്യാഹുവിനെതിരെയുള്ള വേട്ടയാടൽ ആണെന്നും പറഞ്ഞു. നെതന്യാഹുവിനെ മഹാനെന്നും യോദ്ധാവെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. 2019-ലാണ് നെതന്യാഹുവിനെതിരെ അഴിമതി കുറ്റം ചുമത്തിയത്. ആരോപണം നെതന്യാഹു നിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.